അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, റമളാൻ്റെ ആദ്യത്തെ 10-ൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. അനുഗ്രഹത്തിൻ്റെ 10കളുടെ രാപ്പകലുകളാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം 6ാമത്തെ ദിവസമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നമുക്ക് നൽകുന്ന ഈ ഒരു കാലയളവ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു ചോദിക്കുന്നതൊക്കെ തരും. നിങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം തരും. അദുഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് മനസ്സറിഞ്ഞ് ചോദിക്കുക, ഞാനതിന് ഉത്തരം തരിക തന്നെ ചെയ്യും. അദുഊനി അസ്തജിബ് ലക്കും. നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടുമ്പോഴൊക്കെ നമ്മൾ വേവലാതിപ്പെടാറുണ്ട്. ആ വേവലാതികളൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പണക്കാരനോ ഒക്കെ പോയി പറയാറുണ്ട്. നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ. പക്ഷേ മനുഷ്യൻ്റെ പ്രയാസം വരുമ്പോൾ അത് തീർത്ത് കൊടുക്കാൻ അള്ളാഹു തന്നെ വഴി കാണിച്ചു തരും. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരും. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാവും. അതാണ് അനുഗ്രഹത്തിൻ്റെ ഈ 10-ൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതാണ്. നമുക്കൊരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും. നമ്മുടെ ജോലി സംബന്ധമായ വളർച്ച, നമ്മുടെ കുടുംബപരമായ വളർച്ച, വീട്, വാഹനം, കുട്ടികളുടെ പഠനം, അതല്ലെങ്കിൽ നമുക്ക് കടബാധ്യതയുണ്ടാവും. ഇങ്ങനെ പല പ്രയാസങ്ങളും ഈ ഭൗതികപരമായ സാഹചര്യത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതിലൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ ദുആകൾ സ്വീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാത്രികളിൽ ദുആ. നമ്മൾ അല്പം കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല. രാത്രികളുടെ ദുആ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം അന്ന് ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ആ ദുആ സ്വീകരിക്കാൻ വേണ്ടി, ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമം അറിയുന്നതിന് വേണ്ടി രാത്രികളിൽ മലായിക്കത്തുകൾ ഇവിടെ ഇറങ്ങി വരും. അപ്പോൾ ആ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ, കാരണം അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ഉറക്കം അവൻ ഉപേക്ഷിച്ചു, എന്നിട്ട് നമസ്കരിച്ചു, എന്നതിന് ശേഷം ദുആ ചെയ്യുമ്പോൾ അവനുണ്ടാവുന്ന ആ ഒരു ഉത്തരം, അത് വളരെ പെട്ടെന്നുള്ള ഉത്തരമാണ് അള്ളാഹു നൽകുക. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പല സമയങ്ങളുണ്ട്. സുബഹിയുടെ മുമ്പ്, സുബഹിയുടെ ശേഷം, അതുപോലെ അസറിന് ശേഷം, ജുമാ സമയത്ത്, ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം, എല്ലാ വക്തിൻ്റെയും ശേഷം, അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നതാണ്. എല്ലാ കാര്യവും അള്ളാഹുവിനോട് പറയുക. എന്ത് വിഷമമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയുക. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഈ അനുഗ്രഹത്തിൻ്റെ 10കളിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം.